എന്റെ അമ്മയുടെ സ്ഥാനത്താണ് എനിക്ക് ചന്ദ്രമതി ആന്റി. ആ അമ്മയെ വേദനിപ്പിച്ച അതേ നാണയത്തിൽ തിരിച്ചടിക്കും. അതേത് മന്ത്രിയാണെങ്കിലും ശരി. ഹലോ, എനിക്ക് നിന്നോട് എങ്ങനെ എന്റെ സ്നേഹവും നന്ദിയും പ്രകടിപ്പിക്കണമെന്ന് അറിയില്ല മോളെ. എനിക്ക് അമ്മയുടെ സ്ഥാനം തന്നു. എനിക്ക് വേണ്ടി ഒരു മന്ത്രിയോട് നേർക്കുനേരെ നിന്ന് സംസാരിക്കുകയും ചെയ്തു. ത്യാഗരാജനെ കാണാതായതിന്റെ വെപ്രാളത്തില് നിന്റെ വാക്കുകൾ എനിക്ക് സമാധാനം തരുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കായി പോയിരുന്നു. എനിക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. താങ്ക് യു മോളെ. ഞാൻ പറഞ്ഞില്ല ആന്റി, ഈ വീട് എനിക്ക് സ്വന്തം വീട് പോലെയാ തോന്നുന്നത്. ആന്റി എന്റെ അമ്മയെ പോലെയും ബലരാമൻ സാറിനെ അച്ഛനായിട്ടും കരുതുക. അന്ന് ആദ്യമായിട്ട് കണ്ടപ്പോ തന്നെ ആന്റിയോടും ബലരാമൻ സാറിനോടും എന്തോ ഒരു പ്രത്യേക അടുപ്പം തോന്നിയതാ. ആ അടുപ്പം ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൂടി വരിക. ചേട്ടാ, ചേട്ടോ, എന്നൊന്ന് അഴിച്ചു വിടൂ. ചേട്ടാ. എന്താടാ എന്താടാ നിനക്ക് കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലേ? എനിക്ക് പറ്റുന്നില്ല ചേട്ടാ. എന്നെ നല്ലത് എന്നൊന്നും ചെയ്യല്ലേ. എന്താ ഇവൻ പ്രശ്നം വല്ലതും ഉണ്ടാക്കിയോ? പ്രശ്നമൊന്നുമില്ല. ചേട്ടാ ചേട്ടാ വിളിച്ചു ഒരുമാതിരി. ഞാൻ പാവ മാഡം, ആദ്യം ചെയ്ത തെറ്റിനൊക്കെ മാപ്പ്. അയ്യോ, മാപ്പ് ഓർക്കണം. അയ്യോ, എന്റെ ഈ കൈ ഒടിഞ്ഞത് ഒന്ന് ഇവന്മാരോട് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. ഇവന്മാർക്ക് ഇടിക്കാൻ മാത്രമേ അറിയാവൂ. നീ കാരണേ കൊറേ പാവങ്ങൾ അനുഭവിച്ചതാ. ആ ദേവികയുടെ അച്ഛനെ പോലീസ് കൊണ്ടുപോയി. അവരുടെ വീട്ടു നടയില്ലേ നിന്റെ ജീപ്പ് കിടക്കണ അവരെ സംശയിച്ചു. ആ വാഹനം എന്തിനാണ് അവിടെ കൊണ്ടിട്ടത്? ഇയാൾക്ക് എന്താ ഭ്രാന്താണോ? അല്ലെങ്കിൽ തന്നെ ആ വണ്ടി എന്തിനാ അവിടെ കൊണ്ടുപോയിട്ടത്? മാഡം, അവിടെ വെച്ച് വണ്ടി കംപ്ലൈന്റ് ആയി. യുവമാർ അവിടെ കയറ്റിയിട്ട് അത് ദേവികമ്മളുടെ വീടാണ് നമുക്കറിയില്ലായിരുന്നു. അയ്യോ, കഷ്ടം. കണ്ടില്ലേ മേള, ഇവന്മാര് ചെയ്ത മണ്ടത്തരത്തിന് ഞാൻ എന്ത് ചെയ്യാനാ? പോങ്ങന്മാര്. മാഡം, മാഡം, ഞാനിനി ഒരു ശല്യം ഉണ്ടാക്കില്ല. എന്തു പറഞ്ഞാലും അനുസരിക്കും. അയ്യോ, എന്തു പറഞ്ഞാലും അനുസരിക്കോ? എന്തും അനുസരിക്കും. ഇവന്റെ ഫോൺ എവിടെ? അത് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ആ ഫോണും കിടത്തേ. ഫോൺ എന്തിനാ മാഡം? സർക്കിൾ ഇൻസ്പെക്ടറെ ഒന്ന് വിളിക്കണം. അയ്യോ, മാഡം വിളിക്കാം. വിളിച്ചിട്ട് എന്തു പറയും? എന്ത് പറയണം? അയ്യോ മാഡം, ഇവനെ എങ്ങനെ വിശ്വസിക്കണോ? വല്ലതും വിളിച്ചു പറഞ്ഞാൽ ഒന്നും പറയില്ല. ഒരു വാക്ക് നമ്മളെ പറ്റി ഇവൻ പറഞ്ഞ ഒറ്റയ്ക്ക് കത്തിച്ചിട്ടേ നമ്മൾ ഇവിടുന്ന് ഇറങ്ങൂ. നിന്നെ കാണാതായതിന്റെ പേരിൽ പിടിച്ചുകൊണ്ട് പോയ ദേവികയുടെ അച്ഛൻ മാധവനെ വിട്ടയക്കണം എന്ന് പറയണം. അയ്യോ, അപ്പോ എന്താടാ പറയടാ. പറ്റും.
പറ്റും പറ്റും. എവിടെയാണെന്ന് പറയണം. നീ ഒരു യാത്ര പോയിരിക്കുക ട്രിച്ചിക്ക്. ബാക്കി എല്ലാം നീ പറയില്ലടാ. പറയാം. അയ്യോ, മാധവേട്ടാ, എന്തു പറ്റി? കുഴപ്പമൊന്നുമില്ല. ശരി. എടോ ത്യാഗരാജ. ഹലോ, ഞാൻ ത്യാഗരാജനാണ്. തന്റെ ശബ്ദം എന്താ മാറിയിരിക്കുന്നേ? താൻ എവിടെയാ? താൻ ഗുണ്ടകളുടെ താവളത്തിലാണോ? തന്നെ അപകടപ്പെടുത്തിയ മാധവനെ ഞാൻ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. സാർ എന്താ പറയണേ? ഞാൻ ഗുണ്ടകളുടെ താവളത്തിലാണെന്നോ? എന്നെ അപകടപ്പെടുത്തിയെന്നോ? ആ അതെ, തന്നെ മാധവന്റെ വീട്ടിന്റെ മുന്നിൽ നിന്ന് വണ്ടി തടഞ്ഞ് കിഡ്നാപ്പ് ചെയ്തല്ലേ? സാറേ, ഞാനൊരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ട്രിച്ചിലേക്ക് പോകുന്നതായിരുന്നു. എന്റെ വാഹനം അവിടെ പാർക്ക് ചെയ്തിട്ട് മറ്റൊരു വാഹനത്തിലാണ് ഞാൻ പോയത്. ഇപ്പൊ അതെ നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഞാൻ കുറച്ച് ദൂരെയാണ്. നാളെ ആ വണ്ടി എടുക്കൂ. ഇവിടെ എത്തിയപ്പോഴാ അറിഞ്ഞത് എന്റെ പേരിൽ ഇവിടെ കോലാഹലങ്ങൾ നടക്കുകയാണെന്ന്. സാറേ അനക്കൊന്നുമില്ലല്ലോ. എടോ, ദൂരെ എവിടെയെങ്കിലും കെട്ടിയെടുത്താണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് വെക്കൂടെ? അതിപ്പോ ഞാനെന്താ സാറേ പറയണ്ട? സാറ് എങ്ങോട്ടെങ്കിലും പോകുമ്പോ എന്നോട് പറഞ്ഞിട്ടാണോ പോകുന്നത്? നീ എന്റെ ജോലി തെറിപ്പിക്കും അല്ലേ? തന്റെ സഹോദരിയുടെ പരാതിയിൽ ഞാൻ ആ മാധവനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുക. ആ വണ്ടി കിടക്കുന്നതിന്റെ മുമ്പിലെ വീട്ടിലെ മാധവനെയാണോ? അതെ, ദേവികയുടെ അച്ഛൻ. അയ്യോ, അങ്ങേരെ എന്തിനാ അറസ്റ്റ് ചെയ്തത്? പുഴുങ്ങി തിന്നാൻ. ഓരോ മാരണങ്ങൾ കാരണം എന്റെ സമാധാനാ പോകുന്നത്. സാറേ, ഞാൻ സാറിനോട് ആവശ്യപ്പെട്ടോ ഇങ്ങനെ ഏതെങ്കിലും പാവങ്ങളെ അറസ്റ്റ് ചെയ്തോണ്ട് പോവാൻ? കാക്കിയിട്ടെന്ന് കരുതിയേ മനുഷ്യത്വം മറക്കരുത്. തലയിലെ തൊപ്പി മർദ്ദിക്കാനുള്ള അടയാളമല്ല സാർ, സേവനത്തിന്റെ പ്രതീകോ. നമ്മളൊക്കെ ഭൂമിയിൽ എത്ര കാലം ആ സാറേ ഇനി ജീവിച്ചിരിക്കാൻ പോകുന്നത്? എടോ, താൻ എന്താണോ ഈ പറയുന്നേ? ഉള്ള കാലത്ത് 10 പേർക്ക് നന്മ ചെയ്തിട്ട് പോണം സാറേ. താൻ ത്യാഗരാജൻ തന്നെയല്ലേ? അതെ സാർ, ഒരു കാര്യം ചെയ്യ്, മാധവനെ പെട്ടെന്ന് വിട്ടേക്ക. എന്റെ അടുത്ത് പത്രക്കാരെ വല്ലതും ചോദിച്ചാൽ ഞാൻ കൈമലത്ത് സാറ് പെടും. ഹലോ, എടോ, ഇയാളെ പറഞ്ഞു വിട്ടേക്ക്. സാർ, മോശം. ഓരോ ദിവസം ഓരോ പണി കിട്ടിക്കോളും. ഒരു ത്യാഗരാജൻ. മാധവേട്ടാ, നിങ്ങൾക്ക് പോവാം. അയാളെ വിശ്വസിച്ചു. ത്യാഗരാജനപ്പ അനുസരിക്കാനും അറിയാം. ചന്ദ്രോത്തുകാരെ എന്ത് പറഞ്ഞാലും അതൊക്കെ അനുസരിക്കുന്ന ആളാണ് ഇനി മുതൽ ഞാൻ. സത്യം, അടിമ അടിമ.
അയ്യോ, എന്നെ ജീവനോടെ വിട്ടാ മതി. അത് നമുക്ക് ആലോചിക്കാം. ഇനി സമയമുണ്ടല്ലോ. എസ്തപ്പാനൊന്ന് വന്നേ. അതെ, പ്രഭാതി മാഡം എസ്തപ്പാനെ കൊണ്ടുപോയതിന്. അതെ, നിന്നെ വെടിവെച്ച് കൊല്ലണോ അതോ തൂക്കി കൊല്ലണോ എന്ന് ആലോചിക്കാൻ പോയതാ. അയ്യോ. ചോദിക്കാൻ വന്നിരിക്കുന്നു. ത്യാഗരാജനെ ഇനിയും ഇതിനകത്ത് പൂട്ടിയിട്ടിട്ട് കാര്യമില്ല. ഇവിടുന്ന് മാറ്റാം, എന്റെ നാട്ടിലേക്ക് കൊണ്ടുപോവാം. നന്നായിട്ട് അനുഭവിച്ചിട്ട് ഇറക്കി വിട്ടാ മതി, അല്ലെങ്കിൽ തീർത്തു കളയാം. വേണ്ട വേണ്ട, നമ്മളെ ദ്രോഹിക്കുന്നവർക്ക് അതേ രീതിയിൽ തിരിച്ചു കൊടുക്കുന്നതിലും കൂടുതലായിട്ട് ഒന്നും ചെയ്യരുത്. ഇപ്പൊ തന്നെ അവന്റെ അവസ്ഥ ഇത്തിരി മോശമാ. അവൻ കാല് പിടിച്ച് പറയല്ലേ അവന്റെ ഭാഗത്ത് നിന്ന് ഇനി യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ലെന്ന്. ഇനി വിട്ടേക്കാം. വേണ്ട മാഡം, അവൻ ഇപ്പോഴങ്ങനെ കാല് പിടിക്കും. പക്ഷെ തുറന്നു വിട്ടാൽ ഇവിടെ സംഭവിച്ചെല്ലാം പോലീസ് പറയും, അല്ലെങ്കിൽ കൂട്ടുകാരെയൊക്കെ സംഘടിപ്പിച്ച് വീണ്ടും നമ്മൾ അന്വേഷിച്ചു വരും. ഒരിക്കലുമില്ല. പിന്നെ ആ രീതിയിൽ അവൻ പോയാൽ അതിന്റെ മുകളിൽ നമുക്കും പോവല്ലോ. എന്നൊരു കാര്യം ചെയ്യാം മാഡം, അവന്റെ ഒരു കൈയും ഒരു കാലും തല്ലി ഓടിക്കാം. ഒന്നും പുറത്തു പറയില്ലെന്ന് ഉറപ്പാക്കിയിട്ട് വിടണോ വേണ്ടയോ തീരുമാനിക്കാം. അത് മതി. എന്തായാലും അവനിപ്പം നല്ല പിള്ളയാ. അടുത്തെങ്ങും തലപൊക്കാൻ വഴിയില്ല. വേണ്ട രീതിയിൽ എസ്തപ്പൻ തന്നെ കൈകാര്യം ചെയ്യ്. ശരി മാഡം. എന്നെ ഇങ്ങനെ ധൈര്യം തന്ന് പഴയ കരുത്ത് നേടി തന്നത് എസ്തപ്പാനും ഭാർഗവിയാണെങ്കിലും കാരണക്കാരൻ അവനാ. ആ ഒരു കടപ്പാട് അവനോട് വേണം. ത്യാഗരാജനോട് നന്ദിയുണ്ട്. ആകെ തണുത്തുറഞ്ഞ ശക്തിയൊക്കെ പോയി കിടന്ന എന്നെ പുതിയ പ്രഭാവതിയാക്കിയത് അവനാ. പേടിച്ചു നിന്നാൽ ഒരാൾ ഒരിടത്തും എത്തില്ല എന്നും മനസ്സിലാക്കി തന്നു. ശത്രുവിനെ ഭയന്നിരിക്കാതെ കേറി അടിക്കുക തന്നെ വേണമെന്ന് അവൻ മനസ്സിലാക്കി തന്നു. ആ, ഭാർഗവിയോട് വരാൻ പറയും, ഞങ്ങൾ ഇറങ്ങാം. ശരി മാഡം. എത്ര? 200. മാധവേട്ടാ, ഒന്നുമില്ല രാധികെ, ഒരു കുഴപ്പമില്ല. അച്ഛാ, വിഷമിക്കാതെ മോളെ, അച്ഛനൊന്നും പറ്റിയില്ലല്ലോ. പോലീസ് എന്നോടൊരു അനുകമ്പ കാണിച്ചു, ഉപദ്രവിച്ചൊന്നുമില്ല. അമ്മേ, ത്യാഗരാജന്റെ കാര്യത്തിൽ സംഭവിച്ചത് ഒരു തെറ്റിദ്ധാരണയാ. അയാൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോ എന്തിനാ ഇവിടെ ഇങ്ങനെ ഒരു പോലീസ്? കേട്ട പാതി കേൾക്കാത്ത പാതി സാധുക്കളെ കൊണ്ടുപോയി ജയിലിലിടാനോ? അമ്മ കരയാതെ, അച്ഛന് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ. ത്യാഗരാജൻ തന്നെ സിയെ വിളിച്ചറിയിക്കായിരുന്നു ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും മറ്റാരെ ഉപദ്രവിക്കരുതെന്നും. എല്ലാരെയും ഉപദ്രവിക്കാൻ നടന്ന അയാൾക്ക് പെട്ടെന്ന് മനസ്സ് മാറിയോ? അതെങ്ങനെ? പോലീസുകാർക്ക് പോലും അതിശയമാണ്. പ്രത്യേകിച്ചും ദേവിയുടെ അച്ഛനായതുകൊണ്ട് എങ്ങനെ ശിക്ഷ വാങ്ങി കൊടുക്കണമെന്നായിരുന്നു ആ സിഐക്ക്. എനിക്ക് മനസ്സിലാവാത്തത് മറ്റൊരു കാര്യം. അച്ഛനെ അറസ്റ്റ് ചെയ്തെന്നും പറഞ്ഞ് ഞാൻ ബഹളം വെച്ചു. അപ്പോ അവിടെ അമ്മ എന്നെ ആശ്വസിപ്പിച്ചു. എല്ലാത്തിനും ഇന്നത്തോടെ പരിഹാരം ഉണ്ടാവുമെന്നും പറഞ്ഞു. ഇതിപ്പോ അച്ഛനെ വിട്ടയക്കുകയും ചെയ്തു. അമ്മ എന്തോ അത്ഭുതം പ്രവർത്തിച്ച പോലെ തോന്നുക. അതൊരു അതിശയം തന്നെയാണല്ലോ. ദേവികയുടെ വീട്ടിന്റെ മുന്നിൽ ത്യാഗരാജന്റെ വാഹനം കണ്ടെത്തുക, അയാൾ തന്നെ വിളിച്ചു പറഞ്ഞ് ദേവികയുടെ അച്ഛനെ പറഞ്ഞയക്കുക. ആരുടെയെങ്കിലും സ്വാധീനം ഇല്ലാതെ അയാൾ അങ്ങനെ ഒരു അനുകമ്പ കാണിക്കില്ലല്ലോ. എന്തായാലും ദേവികയുടെ അച്ഛൻ വീട്ടിലെത്തിയല്ലോ, അതൊരു സമാധാനമല്ലേ? ആ, അമ്മ വന്നു.
അച്ഛനെ പോലീസ് വിട്ടു. ത്യാഗരാജനെ കാണാതായതൊന്നുമല്ലത്രേ. അയാൾ ഏത് ബിസിനസ് ടൂറിന് പോയതാ. ആണോ? ഈശ്വര, നന്നായി. ത്യാഗരാജൻ തന്നെ പോലീസിൽ വിളിച്ചു പറഞ്ഞത് ദേവികയുടെ അച്ഛനെ വിട്ടയക്കണമെന്ന്. ഓ, അതൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ. ത്യാഗരാജൻ ആളപ്പം നന്നായോ? മാഡം എവിടെ പോയിരുന്നു? ഞാൻ പറഞ്ഞില്ലേ, മാധവനെ ഇറക്കാൻ പറ്റുമെന്ന്. എന്റെ വഴിക്കൊന്ന് നോക്കാൻ പോയതാ. എന്നിട്ട് ആരെങ്കിലും കണ്ടിരുന്നോ? ഓ, അതൊക്കെ വലിയ കഥയാ. നമ്മുടെ വാർഡ് കൗൺസിലറെ ഒന്ന് പോയി കണ്ടിരുന്നു. അതുകൊണ്ട് കാര്യമൊന്നുമില്ലെങ്കിലും ഒരു ശ്രമം നടത്തി. ഞാനൊന്ന് വായനശാല വരെ പോയിട്ട് വരാം. എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ മതി. ശരി മാഡം. ദേവിക എവിടെ? വന്നില്ലേ? ദേവികയും നന്ദനും കൂടെ സ്റ്റേഷനിൽ നിന്ന് മാധവൻ അങ്കിളിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ആ, എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. വന്നില്ലല്ലേ? ഇല്ല. അമ്മയ്ക്ക് കോഫി എടുക്കട്ടെ? ആ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ അച്ഛാ. ഇന്നിവിടെ നിൽക്കുമോനെ, നാളെ പോയാ പോരെ? വേണ്ട അച്ഛാ, പിന്നീട് വരാം. ആ ദേവി, ഇത് ഫോൺ അടിക്കുന്നു. അമ്മ. ഹലോ അമ്മേ. നിങ്ങൾ വീട്ടിലാണല്ലേ? അതെ അമ്മേ, അച്ഛൻ വീട്ടിലെത്തി. സന്തോഷമായല്ലോ അല്ലേ? സന്തോഷമായോന്നോ? എത്രത്തോളം സന്തോഷാന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് തന്നെ ദേവികയുടെ അച്ഛന് വീട്ടിലേക്ക് പോരാൻ പറ്റുമെന്ന്. അത് ഞാനിവിടെ പറയായിരുന്നു. അമ്മ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. ചേച്ചി, അമ്മേ ഒരു സെക്കൻഡ്. ഹലോ ആന്റി, ഇതെന്ത് മാജിക്കാ കാണിച്ചേ? അച്ഛനെ പോലീസുകാർ വിട്ടല്ലോ. എന്തായാലും താങ്ക്സ് ആന്റി. താങ്ക്സോ? എന്തിന്? എനിക്കിതിൽ ഒരു ബന്ധവുമില്ലല്ലോ. രാധിക എവിടെ? അമ്മ ഇവിടെ ഉണ്ട് ആന്റി, കൊടുക്കാം. ഹലോ. മാധവേട്ടന്റെ കാര്യം ഓർത്ത് ചെറുതായിട്ടൊന്ന് പേടിച്ചല്ലേ? ചെറുതായിട്ടല്ല, നല്ലതുപോലെ പേടിച്ചു. ആ ത്യാഗരാജൻ വണ്ടി ഇവിടെ ഇട്ടിട്ട് എവിടെ പോയതാണാവോ? അതൊരു ടെൻഷനായിട്ട് എടുക്കണ്ട. എന്റെ ഒരു ഊഹം വെച്ചിട്ടാണെങ്കിൽ ത്യാഗരാജൻ ഇന്ന് തന്നെ വീട്ടിലെത്തേണ്ടതാ. ഇതൊക്കെ എങ്ങനെ അറിയുന്നേ? ശാരിക പറഞ്ഞതുപോലെ മാജിക് ഒന്നുമല്ല. അയാളെന്തോ ബിസിനസ് ആവശ്യത്തിനോ കേസിനോ അങ്ങനെ ഏതാണ്ട് കാര്യത്തിന് പോയിരിക്കുകയാണെന്നാ കേട്ടത്. നന്ദനും ദേവികയും ഇപ്പൊ ഇറങ്ങില്ലേ? ഞാൻ ദാ കൊടുക്കാം. ദാ മോളെ. അമ്മേ, നിങ്ങളിപ്പോ വരില്ലേ മോളെ? അതെ അമ്മേ. ത്യാഗരാജന്റെ കേസ് കഴിഞ്ഞില്ലേ? അതുകൊണ്ട് ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ധൈര്യമായിട്ടിങ്ങി വന്നു. അല്ല, അമ്മ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ഇത് തന്നെയാണല്ലോ എല്ലാരും ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കേട്ടറിവാണെന്ന്. എന്തായാലും ത്യാഗരാജൻ സേഫായിട്ട് തേവക്കാട്ട് ഇന്ന് തന്നെ എത്തും. നിങ്ങൾ പെട്ടെന്ന് വരാൻ നോക്ക്. ശരി അമ്മേ. ആര്? ഒരു വഴിപോക്കനാ. എന്താ കാര്യം? ഒരു സാധനം എത്തിക്കാൻ വേണ്ടി വന്നതാ.